ഹലോ കൂട്ടുകാരെ, നമ്മൾ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ദയവായിട്ട് ഈ ഹാളിൻ്റെ പുറത്ത് നിൽക്കുന്ന എല്ലാ കൂട്ടുകാരും ഹാളിലേക്ക് പ്രവേശിക്കുക. ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥന. മണ്ഡലമണിയിച്ചൊരുക്കി അതിനുള്ളിലാനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും സുരഗോളാലക്ഷങ്ങളണിയിട്ടു നിർത്തി അവികല സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രമീണക്കി കുടികൊള്ളും സത്യമേ ശരണം നീയെന്നും ദുരിതങ്ങൾ കൂത്താടും ഉലകത്തിൽ നിന്റെ പരിപൂർണ തേജസ്സു വിളയാടി കാണാൻ ഒരു ജാതി ഒരു മാതം ഒരു ദൈവമേവം പരിശുദ്ധ വേദാന്തം സഫലമായി തീരാൻ അഖിലാണ്ട മണ്ഡലമണിയിച്ചൊരുക്കി അതിനുള്ളിലാനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും പരമപ്രകാശമേ ശരണം നീയെന്നും. അടുത്തതായി നമ്മുടെ ഏകദേശം 5 പേർ മരണപ്പെട്ട് ഈ ലോകം യാത്രയായി. നമുക്ക് ലഭിച്ച പേരുകളായി ഒന്ന് മേരി ഫെൽസി, മറിയ, അനിൽകുമാർ, ലതകുമാരി ദാനം. ഈ 5 പേരെ സ്മരിച്ചുകൊണ്ട് ഒരു നിമിഷം എല്ലാവർക്കും എഴുന്നേറ്റ് മൗന പ്രാർത്ഥനയ്ക്ക് പങ്കുചേരാം. ഈ പ്രോഗ്രാം സ്വാഗതം പറയാനായിട്ട് നമ്മൾ പ്രിയപ്പെട്ട പോൾ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ശ്രീ പൗലോസ് സാർ, നമ്മുടെ എല്ലാവരുടെയും പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ടീച്ചറാണ്. ടീച്ചർ നെയിം മധുരം 2022 SSLC ഫസ്റ്റ് ബാച്ചിലെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നമുക്ക് രാധ ടീച്ചറുണ്ട്. രാധ ടീച്ചറേയും നമ്മളെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തതായി നമ്മുടെ പ്രേമജ ടീച്ചർ. അപ്പൊ ടീച്ചറിനെയും നമ്മളെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ നമ്മോടൊപ്പം ഇന്നിപ്പോ ഈ സ്കൂളിന്റെ തന്നെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ജോയ് രാജ് സാറുണ്ട്. ജോയ് രാജ് സാറിന് ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യും. ഈ ദിവസം സമയം കണ്ടെത്തി വന്ന ഈ നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് എത്തിയ എല്ലാവരെയും, എൻ്റെ എല്ലാ സഹപാഠികളെയും സുഹൃത്തുക്കളെയും ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം നമ്മുടെ സ്മൃതി മധുരം 4 ടീച്ചേഴ്സാണ് നമ്മളെ പഠിപ്പിച്ചവരുള്ളത്. പിന്നെ നമ്മുടെ കേക്ക് മുറിക്കും. കേക്ക് കട്ടിയതിനു ശേഷം ഈ മധുരം നമ്മളെല്ലാവരും കഴിക്കും. കേക്ക് ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട പൗലോസ് സാർ, രാധ ടീച്ചർ, HM-ന് പ്രതിയായി 5 പേർ ചേർന്ന് ഈ കേക്ക് കട്ട് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ടീച്ചേഴ്സ് കട്ടി നമ്മൾ കൈ അടിച്ചവരെ ആദ്യമായിട്ട് കട്ട് ചെയ്യുന്നത് ഒരു പൗലോസ് സാറാണ്.
അദ്ദേഹത്തിന് സ്വീകരിക്കാനായി മൊമെന്റ് കൊടുക്കാനായി ജലജകുമാരി ക്ഷണിക്കും. സാറിനെ പൊന്നാടയിട്ട് ആദരിക്കുന്നത് അടുത്തതായി നമ്മൾ ആദരിക്കുന്നത് ഗ്രേസ്ഫുൾ ടീച്ചറിനെയാണ്. സ്വീകരിക്കാനായി മൊമെന്റ് കൊടുക്കുന്ന ലീലതയാണ്. അടുത്തതായി പൊന്നാടയിട്ട് ആദരിക്കുന്ന നമ്മുടെ KS രാജത്തെ. അടുത്തതായി നമ്മൾ ആദരിക്കാൻ പോകുന്ന പ്രേമത ടീച്ചറാണ്. ആദരിക്കുന്നത് പ്രിയപ്പെട്ട ദാനമയാണ്. പൊന്നാടയിടുന്ന നമ്മുടെ ഹെഡ്മേഴ്സ് അടുത്തത് രാധ ടീച്ചർ സാറിന് സ്വാഗതം ചെയ്യുന്നു. അത് സുരേഷാണ് നമ്മുടെ മൊമെന്റ് കൊടുക്കുന്നത്. പൊന്നാടയിട്ട് ആദരിക്കുന്നത് ഷാനി. ജോയി ക്രിസ്റ്റഫർ എന്ന ഒരു സാറ് നമ്മുടെ ഹൈസ്കൂളിൻ്റെ പ്രതിനിധിയായിട്ട് വന്നിട്ടുണ്ട്. സാറിന് പൊന്ന് നമ്മുടെ മൊമെന്റ് കൊടുത്ത് ആദരിക്കുന്നത് അനിതവുമാണ്. പൊന്നാടയിട്ട് ആദരിക്കുന്നത്. എൻ്റെ മൂത്തൊരു മകളാണ്. അവൾ ഇംഗ്ലീഷ് PG കഴിഞ്ഞ് നിൽക്കുന്നത്. രണ്ടാമത്തെ മകനാണ് +1 ഈ സ്കൂളിൽ തന്നെ പഠിക്കുന്നത്. ഞാൻ ഒരു വലിയ സുവിശേഷ പ്രവർത്തകനായിട്ട് പ്രവർത്തിക്കുന്നു. എൻ്റെ പേര് സുരേഷ് കുമാർ. എനിക്ക് 3 മക്കളുണ്ട്. ഒരാൾ ക്യാപ്റ്റൻസിയിലാണ്, ഒമാനിലായിരുന്നു. ഇപ്പോഴ് ഇവിടെ നാട്ടിലെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. രണ്ടാമത്തെ മകൻ ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, PG ആണ്. മൂന്നാമത്തെ ആൾ ചെമ്പഴന്തി കോളേജിൽ വൈഫിൻ്റെ പേര് ലതിക. പേര് ശോഭന. എൻ്റെ ഭർത്താവ് അവിടെ മാലമുടി സ്റ്റേഷനിലെ ലാസ്റ്റ് ഗ്രേഡ് ജോലി ചെയ്യുന്നു. എൻ്റെ മോള് രാജസ്ഥാനിൽ PhD ചെയ്യുന്നു. 2ാമത്തെ വർഷം. മോൻ പൂനെയിൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. റാണിയാണ്. എൻ്റെ ഹസ്ബൻഡ് ബിസിനസ്സാണ്. 2 മക്കള്. 2 മോളാണ്. മൂത്ത മോള് കല്യാണം കഴിഞ്ഞ് അവൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്ത്. ഇളയ മോള് ഡോക്ടറിന് പറഞ്ഞു കൊല്ലം അസിസ്റ്റ് ചെയ്തു. ഭർത്താവ് സുന്ദരരാജ്. എൻ്റെ പേര് വത്സലയാണ്. ഭർത്താവ് മരിച്ചിട്ട് 20 വർഷമായി. എനിക്ക് 2 പെൺമക്കളാണ്. ഞാൻ 3 കൊച്ചുമക്കളുടെ അമ്മയാണ്. ഭർത്താവിൻ്റെ പേര് കുട്ടപ്പന. 2 മക്കളുണ്ട്. താമസിക്കുന്ന ചെല്ലൂർ ജംഗ്ഷൻ അടുത്തുണ്ട്. പിന്നെ മോള് കല്യാണം കഴിഞ്ഞിട്ടില്ല. എൻ്റെ പേര് ദാനം എന്നാണ്. വലിയാണ് എൻ്റെ താമസം. 2 ആൺമക്കൾ, 2 പേര് കുടുംബമായി. 2 പേർക്ക് ഓരോ പെൺകുട്ടികളുണ്ട്. അങ്ങനെ ഞാനൊരു അമ്മാമയായിട്ടുണ്ട്. മാത്രമല്ല ഞാൻ ഇവിടുത്തെ ചെമ്പൂര് FHCയുടെ കീഴിൽ ചിലപ്പറവാതിൽ ആശാവർക്കറായി പ്രവർത്തിക്കുകയാണ്. എൻ്റെ പേര് ലീലത. എൻ്റെ ഭർത്താവിൻ്റെ പേര് സോമശേഖരനായ. എനിക്ക് 2 ആൺമക്കൾ. എൻ്റെ ഹസ്ബൻഡ് രാജശേഖരനായ ബിസിനസ്മാനാണ്. 2 പെൺമക്കൾ. മൂത്തയാൾ റിലയൻസ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഇളയമോൾ ഡിഗ്രി കഴിഞ്ഞ് SSC കോഴ്സിന് പോകുന്നു. 2 മക്കളുണ്ട്. 2 പെണ്ണ്. മോൾക്ക് കല്യാണം കഴിഞ്ഞ് മോൻ പഠിക്കുന്നു. എൻ്റെ പേര് അന്തില്ല. ഭർത്താവ് ബിസിനസ്, 3 മക്കൾ, 2 മോളും 3 പേര് കല്യാണം കഴിഞ്ഞു. ഞാൻ ഹെലൻ പ്രൈവറ്റ്. എൻ്റെ ഹസ്ബൻഡ് ക്രിസ്തുദാസ്, വൈദ്യ ചികിത്സയാണ്. മൂത്ത മകൻ ഫിസിയോതെറാപ്പിസ്റ്റ്, കോട്ടയം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നു. ഇളയ മകൻ BTech എഞ്ചിനീയറാണ്. അവൻ സൗദിയിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ വീട് ആലത്തൂർ, പെരുന്തോളയും കാരക്കോണത്തിനില്ല. 2 കുട്ടികൾ. മൂത്തയാൾ രണ്ടാമത്തെ ഹസ്ബൻഡ് ഹിസ്റ്ററി ജോലി. എൻ്റെ പേര് ഉഷകുമാരി എന്നാണ്. ഭർത്താവ് മോഹനൻ. 2 മക്കളുണ്ട്. ഒരു മോനും മോളും. മോളുടെ വിവാഹം
വിവാഹം കഴിഞ്ഞു. മോൻ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നു. താമസിക്കുന്നത് ജില്ലയിലാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അനിത. ഞാൻ നേരിട്ടാണ് താമസിക്കുന്നത്. ഹസ്ബൻഡ് കേരള ബാങ്കിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഒരു മോനേ ഉള്ളൂ. അവൻ പൂനെയിൽ ബയോമെഡിക്കൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് സരിത. ഹസ്ബൻഡിൻ്റെ പേര് രാജു. തമിഴ്നാട് ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു മോള് ഗവൺമെൻറ് സെക്രട്ടറി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ വർക്ക് ഒരു സ്റ്റേഴ്സുമുണ്ട്. എൻ്റെ പേര് ലില്ലി ബാലി. ഇപ്പം ലില്ലി മോഹൻ എന്നാണ് അറിയപ്പെടുന്നത്. ഹസ്ബൻഡിൻ്റെ പേര് മോഹനദാസ് എന്നാണ്. 2 മക്കളുണ്ട്. മൂത്ത മകൻ വിവാഹം കഴിഞ്ഞു. ഒരു കുഞ്ഞുമകനുണ്ട്. ഇളയ മകന് മിലിറ്ററിയിൽ ജോലിയായി. ഞാനിപ്പോൾ കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ചേർന്നു. എൻ്റെ പേര് വസന്ത. എൻ്റെ ഭർത്താവ് ജോണ്. 2 മക്കള് പെൺമക്കള് വിവാഹം കഴിഞ്ഞ് മരുമകൻ ദുബായ് ഏവിയേഷനിലാണ്. ഇളയ മകള് MSc കഴിഞ്ഞു. ക്ലിനിക്കൽ റിസർച്ച് ഡിപ്ലോമ കഴിഞ്ഞ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരിലാണ്. എൻ്റെ പേര് നാൻസി അഖിലെന്നാണ്. രണ്ടുപേര് എഞ്ചിനീയറാണ്. മകൻ വിവാഹം കഴിഞ്ഞ് 2 കൊച്ചുമക്കളുണ്ട്. മകൻ അബുദാബി വർക്ക് ചെയ്യുന്നു. എൻ്റെ സ്ഥലം കണ്ടലാണ്. ഭർത്താവിൻ്റെ പേര് തോമസ്. 3 ആൺമക്കളുണ്ടായിരുന്നു. മൂത്ത ആൾ ഇല്ല. രണ്ടാമത്തെ മകൻ ഇപ്പോൾ കാലിമോത്ത് പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. ഇളയ മകൻ തിരുവനന്തപുരത്ത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് ബിന്ദു. ഞാൻ കോളമൂടാണ് താമസിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് സുധകുമാർ. ബിസിനസ്സാണ്. എനിക്കൊരു മോനുണ്ട്. ബിടെക് കഴിഞ്ഞു. ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. കല്യാണം കഴിഞ്ഞു. ഒരു കൊച്ചു മോനും. എല്ലാവർക്കും നമസ്തേ. എൻ്റെ പേര് ശ്രീകുമാരി. ഞാൻ ബാലകമൂട്ടിൽ താമസിക്കുന്നു. ഞാൻ ഹിന്ദുസ്ഥാൻ ലാറ്റക്സിലേക്ക് ടെമ്പററി വർക്കായി ചെയ്യുന്നു. എനിക്ക് 2 മക്കൾ. മോൻ ദുബൈയിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിൽ, മോൾ മിഥുന MSc കഴിഞ്ഞ് പിന്നെ കൊച്ചുമക്കളൊന്നും ആയിട്ടില്ല. ഞാൻ ബാലകമൂട്ടിലാണ് താമസിക്കുന്നത്. എൻ്റെ പേര് ഗിരിജകുമാരിയാണ്. എൻ്റെ ഭർത്താവിൻ്റെ പേര് ശങ്കപ്പൻ നായർ. നല്ലൊരു ബിസിനസ്സുണ്ട്. കടയുടെ പേര്. 2 മക്കളുണ്ട്. 2 പേരും ഡോക്ടർമാരാണ്. പിന്നെ 2 കൊച്ചുമക്കളുണ്ട്. ഞാൻ ചെമ്പൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എൻ്റെ പേര് പൂർണ്ണമ്മ. ഞാൻ പരിസരമാണ് താമസിക്കുന്നത്. എൻ്റെ ഭർത്താവിൻ്റെ പേര് സുധാസ്. ഒരു മോളുണ്ട്. അവളിപ്പോൾ കാട്ടാക്കട സ്കൂളിലെ ടീച്ചറായി വർക്ക് ചെയ്യുന്നു. മോള് കല്യാണം കഴിഞ്ഞു. മകന് കഴിഞ്ഞ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വർക്കായി വർക്ക് ചെയ്യുന്നു. കൊച്ചുമകളുണ്ട്. 10 വയസ്സാകാൻ പോകുന്നു. പേര് സലീന. എനിക്ക് 2 മക്കൾ. മൂത്ത മകൾ PG കഴിഞ്ഞ് ഒരു സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ മകൾ LLB കഴിഞ്ഞ് LLM പഠിക്കുന്നു. ഹസ്ബൻഡിൻ്റെ പേര് കോളേജിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് തങ്കം. എൻ്റെ ഭർത്താവിൻ്റെ പേര് ദിവാകരൻ. തിരുവനന്തപുരം ലാവൂരിന് ഇടയ്ക്കാണ് താമസം. എനിക്ക് 2 മക്കളുണ്ട്. മൂത്ത മകൾ ഒരാളും ഒരു പെണ്ണും. മകൾ വിവാഹം കഴിഞ്ഞ് കാക്കാമുല്ല താമസിക്കുന്നു. അവർക്ക് 2 മക്കളുണ്ട്. അപ്പോൾ സർക്കാർ പോലീസാണ്. അവൾ BSc നഴ്സിംഗ് കഴിഞ്ഞു. മോൻ ഇപ്പോൾ ഒരു കമ്പനിക്ക് ബൈക്കായിട്ട് പോകുന്നു. അവൻ്റെ വിവാഹം കഴിഞ്ഞു. ഞാൻ ഗീതാദേവി. എൻ്റെ വീട് കല്ലിമുട്ടിലായിരുന്നു ഞാൻ പഠിക്കുന്ന കാലത്ത്. ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് കണ്ണൂർ തലശ്ശേരി ധർമ്മടം എന്ന സ്ഥലത്താണ് ഞാൻ സ്വന്തമായി വീടെല്ലാം താമസിക്കുന്നത്. ഹസ്ബൻഡിൻ്റെ വീട് കോടിയേരി ബാലകൃഷ്ണൻ്റെ വീടിൻ്റെ അടുത്താണ്. കാരണം കോടിയേരിയിൽ ഇപ്പോൾ പുറത്താണ്. 2 പെൺകുട്ടികൾ പാർവതിയും ലക്ഷ്മിയും. ഒരാൾ സിവിൽ സർവീസിൻ്റെ കോച്ചിങ് ക്ലാസ്സിലാണ്. രണ്ടാമത്തെ ആൾ അറബിക്ക് എടുത്തിട്ട് തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ ഇപ്പോൾ ഡിഗ്രി 2nd ഇയർ പഠിക്കുന്നു. ഞാനിപ്പോൾ 1990 PSCയിൽ ഞാൻ തലശ്ശേരിയിലെ ഒരു സ്കൂളിൽ ടീച്ചറായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ നവംബർ മുതൽ ഞാനൊരു സ്കൂളിലെ HM ആണ്. ഒരു മിനിറ്റ്, എനിക്കൊരു ആഗ്രഹം കൂടെ ഉണ്ട്. നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ നമ്മുടെ ആദ്യത്തെ HM ആയിരുന്ന പൗലോ സാറിനെ എനിക്ക് കാല് പിടിച്ച് അനുഗ്രഹമാണ്.
എൻ്റെ പേര് സവൻകുമാർ. ഇനി ഒരു മോനും ഒരു മോള് MBBS സെക്കൻഡ് ഇയർ കാലക്രമം മെഡിക്കൽ കോളേജിൽ മോൻ ഡിഗ്രി കഴിഞ്ഞ്, വൈഫുണ്ട്, വീട്ടിലാണ്. പിന്നെ എനിക്ക് ചെറിയൊരു ബിസിനസ്സുണ്ട്, ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റിൻ്റെ ഒരു കുഞ്ഞു കടയിൽ ബിസിനസ് മുമ്പോട്ട് പോകും. എൻ്റെ പേര് സുഗതൻ എന്നാണ്. ഞാൻ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. 2 മക്കളാണ്, ആൺകുട്ടികളാണ്. ഒരുത്തൻ വിവാഹം കഴിഞ്ഞു. 2 പേരും പ്രൈവറ്റ് മേഖലയിലാണ്. ഗവൺമെൻറ് തലത്തിൽ ജോലികളൊന്നും ആയിട്ടില്ല. വളരെ സന്തോഷമുണ്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഞാനൊരു ചർച്ചിലെ പാസ്റ്ററാണ്. ഞാൻ തമിഴ്നാട്ടിലാണ് താമസം. മാലിയുടെ പേര് പ്രേമലതയാണ്. 10ാം ക്ലാസ്സൊക്കെ ഉള്ളത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ എഴുത്തും സർട്ടിഫിക്കറ്റുകളൊക്കെ ദാസെന്നാണ് അറിയപ്പെടുന്നത്. 3 പെൺകുട്ടികളാണ്. അത് മൂത്തയാൾ ഇപ്പോൾ എനിക്ക് കഴിഞ്ഞിട്ട് ബാങ്ക് കോച്ചിങ് പോയിട്ടിരിക്കുന്നു. 2ാമത്തെ ആൾ PhDക്ക് അഡ്മിഷനായി. 3ാമത്തെ ആൾ കോളേജ് ട്രസ്റ്റിയിലായിരിക്കും. ഓക്കെ, താങ്ക്സ്. എന്നെ ആദ്യം വിളിച്ചത് ജലജകുമാരിയാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് 40 വർഷത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ആ നിമിഷം എന്ന് വേണമെങ്കിൽ പറയാം. ഭർത്താവ് മേസ്ത്രി പണി, മോഹനനാണ് പേര്. എനിക്ക് 2 മക്കള്. എൻ്റെ മോളെ വിവാഹം കഴിച്ചിരിക്കുന്നത് കോട്ടക്കോണത്താണ്. കൊച്ചുമോന് 11 വയസ്സായി, കൊച്ചുമോക്ക് 6 വയസ്സായി. മോൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായി. വീട്ടിൻ്റെ അടുത്ത് തന്നെ താമസം. എനിക്ക് 10 ആടും കുറച്ച് കൃഷിയുണ്ട്. അതിൻ്റെ ബാക്കിയാണ് എൻ്റെ ജീവിതം. എനിക്ക് 2 മക്കൾ. മൂത്തവർക്ക് മാരേജ് കഴിഞ്ഞ് ഒരു കുട്ടിയായി, 1 വയസ്സായി. കഴിഞ്ഞ പ്രൈവറ്റ് വർക്ക് ചെയ്തിരിക്കുന്നു. കോണ്ടിന്യൂ വീട്ടിലിരിക്കുന്നു. ഞാൻ സർവീസിലുള്ള അടുത്ത പേര് തൃശ്ശൂർ. ഗൃഹദിനത്വത്തിൻ്റെ മഹനീയമായ ഈ സന്ദർഭത്തിൽ ഇത് സംഘടിപ്പിക്കാൻ വളരെ വർഷങ്ങളുടെ പ്രയത്നം വേണ്ടി വന്നു. യാഥാർത്ഥ്യം സ്കൂളിലെയും കോളേജിലൊക്കെ പഠിക്കുന്ന ഏറ്റവും ഉறுതിയായ ഒരു കുട്ടിയായിട്ട് ഞാനാണ് എന്നെക്കുറിച്ച് ഞാൻ വിലയിരുത്തി. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എന്നോട് സ്നേഹമുണ്ട്. അതിനേക്കാളേറെ സ്നേഹം എനിക്ക് നിങ്ങളോടുണ്ട്. ജോലി പാവപ്പെട്ട പോലീസ് സബ് ഇൻസ്പെക്ടർ. നിങ്ങളെല്ലാം ഒരിക്കൽ കൂടെ കാണാൻ കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും സ്നേഹമുള്ള അധ്യാപകരെ വീണ്ടും വീണ്ടും കാണാൻ കഴിഞ്ഞതിലും വേണ്ടി സർവീസിന് നമുക്ക് ദീർഘായുസ് തന്നതിന് ഞാൻ വളരെ നന്ദിയോടുകൂടി ദൈവത്തെ സ്തുതിക്കുകയാണ്. അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട സാറന്മാരെ ഒരിക്കൽ കൂടെ ആദരവോടെ സ്മരിക്കുന്നു. തിക്തവും തീക്ഷ്ണവുമായ ജീവിതാനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇത്തരം നല്ല സന്ദർഭങ്ങൾ ജീവിതത്തിൽ കൂടുതൽ നമുക്ക് ഉത്തേജനം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഭാര്യയും 2 ആൺമക്കളുമാണുള്ളത്. എൻ്റെ ഇളയ മകൻ MSc കമ്പ്യൂട്ടർ സയൻസിന് യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുകയാണ്. മൂത്ത മകൻ ഡിഗ്രി ഫെയിലായിട്ട് ഇപ്പോൾ വീണ്ടും ബെറ്റർമെൻറ്റിന് വേണ്ടി പഠിക്കുകയാണ്. ഒരു പേപ്പർ കിട്ടാണ്ട് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. മറ്റ് ഒന്നുമില്ല. നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടെ കാണാൻ കഴിഞ്ഞതിന് ദൈവത്തോട് നന്ദി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് ഉപയോഗിക്കില്ല. ഞാൻ 8ാം ക്ലാസ് തിരിഞ്ഞു പോയതാണ്. എനിക്ക് 2 മക്കൾ. 1 പെൺമക്കളാണ്. 2 പേര് ഡിഗ്രി കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ വൈഫ് കൂടെ ഉണ്ട്. ഓക്കെ, വേറെ പറയില്ല. എൻ്റെ പേര് സ്റ്റുവർട്ട് എന്നാണ്. നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് കാണാൻ പറ്റിയില്ലെങ്കിൽ വളരെ അഭിനന്ദനമായ സന്തോഷമുണ്ട്. ഞാൻ ക്ലാസ്സിൽ ഏറ്റവും മോശമായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു. എല്ലാ ദിവസവും സാറിൻ്റെ അടി വാങ്ങുന്ന ഒരു കുട്ടി, ഡെസ്കിൻ്റെ അടിയിൽ പിടിച്ചു നിർത്തുന്ന ഒരു കുട്ടി ഞാനായിരുന്നു. ഞാനിപ്പോൾ ഒരു 50 പശുക്കളെ വളർത്തിയാണ് എൻ്റെ ഉപജീവനം മാറിയിട്ടുള്ളത്. എൻ്റെ 2 മക്കൾ ഡോക്ടറേറ്റ് പഠിക്കുന്നുണ്ട്. ഒരാൾ യുഎസിൽ പഠിക്കുന്നുണ്ട്, ഒരാൾ ജോർജിയയിൽ പഠിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹമാണ്. എൻ്റെ പേര് സുചേരൻ എന്നാണ്. ഭാര്യ അവിടെ കുടപ്പനോട് സ്വദേശിയാണ്. ഒരു LP സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്ന ഇപ്പോൾ ബാലഭവന സ്കൂളിലാണ്. 2 പെൺമക്കളാണ്. മൂത്തയാൾ ജിഷി MA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് യൂണിവേഴ്സിറ്റിയിൽ 2ാം വർഷം പഠിക്കുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഇയറിൻ്റെ ലിസ്റ്റിൽ പത്തനംതിട്ട ജില്ലയിൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് നിൽക്കുകയാണ്. 2ാമത്തെ മകൾ ഇവിടെ SLC എക്സാം എഴുതിയിരിക്കുകയാണ്. ഞാൻ ട്യൂട്ടോറിയൽ ഫീൽഡാണ്. അതുപോലെ മറ്റു കൂലിപ്പണികളുമാണ്. നിങ്ങളെല്ലാവരെയും കണ്ടത് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. എൻ്റെ പേര് അജിത് കുമാർ എന്നാണ്. എൻ്റെ ഭാര്യയുടെ പേര് സ്റ്റെല്ല എന്നാണ്. എനിക്ക് 2 മക്കളാണ്. ഒരാൾ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് അതിൻ്റെ PG ചെയ്യുന്നു, പോളണ്ടിലാണ്. ഇളയാൾ MBBSന് ഇപ്പോൾ 5 വർഷം കഴിഞ്ഞ് 6ാമത്തെ വർഷം ജോർജിയയിലാണ് പഠിക്കുന്നത്. പിന്നെ എനിക്ക് ചെറിയൊരു ബിസിനസ്സൊക്കെ ഉണ്ട്. കുറച്ചുകൂടെ ഭയങ്കരമായ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണിത് ഇങ്ങനെ ഒരു ഒത്തുകൂടൽ നമ്മൾ കഴിഞ്ഞത്. സന്തോഷം. ഒന്നിച്ച് നിങ്ങളോടൊപ്പം കാണുവാനും വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകാനും
ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഒരു അവസരം തന്നതിന് നല്ലത് ദൈവത്തോട് നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ടീച്ചർമാരെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. ഭാര്യയുടെ പേര് സരള ബേബി എന്നാണ്. മകൻ +1 പഠിച്ചുകൊണ്ടിരിക്കുന്നത്. KSRTCയിൽ ഒരു 16 വർഷം എംപ്ലോയ്മെൻറ്റ് വഴി ജോലി നോക്കിയിരുന്നെങ്കിൽ ഈ COVID-19 പ്രമാണിച്ച് ഞങ്ങൾ ഓരോരുത്തരും പിരിച്ചുവിട്ടതിൻ്റെ പേരിൽ ഞാനിപ്പോൾ പുറത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ഹോം ഗാർഡായിട്ട് വർക്ക് ചെയ്യാണ്. 2ാമത് പോലീസ് ക്യാമ്പിൽ. എൻ്റെ വൈഫിൻ്റെ പേര് സൂസനാണ്. എനിക്ക് 2 മക്കളാവുള്ളത്. മൂത്തമ്മൻ്റെ പേര് ക്രിസ്റ്റോ എസ് ഷാജിന. അവരിപ്പോൾ ഡിഗ്രി സൈക്കോളജി കഴിഞ്ഞ് അടുത്ത PGക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. മോള് B.Com സെക്കൻഡ് ഇയറിൽ പഠിക്കുക. എൻ്റെ പേര് സദനാണ്. ഞാൻ ഒരു ഫോട്ടോഗ്രാഫറായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. നന്ദിയുണ്ട്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പോളും. നമ്മുടെ അധ്യാപകർ ഒന്നുമായി ഓർമ്മിക്കാതിരിക്കാൻ നോക്കിയില്ല. അവരുടെയൊക്കെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനയും നമ്മളൊപ്പം ഉണ്ടായിരുന്നതെന്നാണ് നമുക്ക് ഇന്ന് ഈ രീതിയിൽ ആയിരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. സബ് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ ഭാര്യ ബിന്ദു മേനൽ ഹൈസ്കൂളിലെ ഹിന്ദി ടീച്ചറായിട്ട് വർക്ക് ചെയ്യും. എനിക്ക് 2 മക്കളാണ്. മൂത്ത മകള് B.Com ഇപ്പോൾ എക്സാം കഴിഞ്ഞതേ ഉള്ളൂ, വീട്ടിലുണ്ട്. മോനെ ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക് പഠിക്കുന്നു. എല്ലാവരെയും കണ്ടതിൽ എനിക്ക് കൂടെ സന്തോഷം. എൻ്റെ അധ്യാപകർ ഒന്നുകൂടെ നമസ്കരിച്ചുകൊണ്ട് ഞാൻ എഴുതുന്നു. എൻ്റെ പേര് കുമാരൻ നായർ. ഭാര്യയുടെ പേര് സിന്ധുകുമാരി. ഒരു മകനാണ്. ബിടെക് കഴിഞ്ഞ് ഇപ്പോൾ ടെക്നോ പാർക്കിൽ US ബ്ലോക്ക് എൻ്റെ പേര് പ്രേമരാജൻ. ഞാൻ വലിയവഴി താമസിക്കുന്നു. ഭാര്യയുടെ പേര് സുനിത പ്രേമരാജൻ. 2 മക്കൾ. മോള് ഡിഗ്രി കഴിഞ്ഞ് PGക്ക് ശ്രമിക്കുന്നു. മോൻ +2 കഴിഞ്ഞ് തിരുവനന്തപുരം IT-യിലേക്ക് പഠിക്കുന്നു. എൻ്റെ പേര് എഡ്വിൻസാണ്. എൻ്റെ ഭാര്യയുടെ പേര് സുനിലയാണ്. അവരുടെ പേര് ആറാട്ടിലാണ്. ഇപ്പോൾ താമസിക്കുന്നത് വാഴ്ച. എനിക്ക് 2 മക്കളാണ്. 2 പെൺമക്കളാണ്. മൂത്ത മകൾ BSc കഴിഞ്ഞ് B.Ed കഴിഞ്ഞ് കല്യാണം കഴിച്ചുകൊണ്ട് മരുമകൻ സ്കൂളിലെ അധ്യാപകനായി പേരമ്പ പോയിട്ട് നടത്തുന്നു. അവർക്ക് ഒരു മകളുണ്ട്. 2ാമത്തെ മകൾ BSc ബയോകെമിസ്ട്രി പാസ്സായി. അവളെ കല്യാണം കഴിച്ചിട്ട് മാതാരത്ത് പൈനാപ്പിൾ എന്ന സ്ഥലത്താണ്. എൻ്റെ പേര് ശ്രീകുമാരൻ നായർ. എൻ്റെ ഭാര്യ ജഗത. തിരുവനന്തപുരത്താണ് കല്യാണം കഴിപ്പിക്കുന്നത്. 2 ആൺമക്കളുണ്ട്. ഇതുവരെ ജമ്പൂർ സ്കൂളിൽ പഠിക്കുകയാണ്. ജഗതയ്ക്ക് 12 സ്കൂളിൽ ജോലി എടുക്കാട്ടാക്കണം. എൻ്റെ പേര് രാജുവാണ്. ഞാൻ പഠിക്കാനൊക്കെ വളരെ മോശമായിരുന്നു. ഡിഗ്രി കഴിഞ്ഞ് ഞാനിപ്പോൾ ബിസിനസ്സിലാണ്. റബ്ബർ ഡാൻസറിയാണ്. വൈഫ് വിശുദ്ധ സ്കൂളിൽ ഹയർ സെക്കൻഡറിയിൽ പഠിപ്പിക്കും. മോനെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കഴിഞ്ഞ് ഇനി അടുത്ത B.Ed വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ബിസിനസ്സാണ്. ഞാൻ അരുവാട്ടുള്ള പള്ളിയുടെ ഫണ്ടിലായിട്ടാണ് ബഹുമാനപ്പെട്ട ഗ്രേസ് ബുഡ സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. അവരുടെ അനുഗ്രഹ പ്രഭാഷണം നമുക്ക് കേൾക്കാം. സംഗമം നടക്കുന്നുവെന്ന് സന്തോഷം വിളിച്ച് പറഞ്ഞപ്പോൾ ആദ്യം വരണ്ടെന്നാണ് വിചാരിച്ചത്. എങ്കിലും വീണ്ടും വിളിച്ചപ്പോൾ നമ്മളെ എങ്ങനെയെങ്കിലും ഒന്ന് കാണണം. അന്ന് ചെറുതായിരുന്നവർ ഇന്ന് ഏറെ അവസ്ഥയിലിരിക്കുന്നുവെന്ന് ഒന്ന് കാണണമെന്നൊരു ആകാംക്ഷയായി. അങ്ങനെ ഇന്ന് നേരിട്ട് കണ്ട് എല്ലാവരും ഏതെങ്കിലും തരത്തിൽ നല്ല ജീവിത നിലവാരം ഉയർന്ന അന്തസ്സിലിരിക്കുന്നു എന്ന് കണ്ടതിൽ വളരെ സന്തോഷം. ഞാൻ ഈ സ്കൂളിലുള്ള ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. 1ാം ക്ലാസ് തൊട്ട് 4ാം ക്ലാസ് വരെ ഈ സ്കൂളിലാണ് പഠിച്ചത്. അന്ന് പഴയ പള്ളിയിലകത്തായിരുന്നു സ്കൂള്. അന്നൊരു കുഞ്ഞൻ സാറായിരുന്നു ഹെഡ് മാസ്റ്റർ. ഇവിടെ വിൽസൺ സാറിൻ്റെ വീട്ടിൽ കുന്നിലാണ് താമസിച്ചിരുന്നത്. എൻ്റെ പപ്പ ഈ സ്കൂളിലുള്ള UPSലുള്ള ഹെഡ് മാസ്റ്ററായിരുന്നു. ഞാൻ 1980 ഇവിടെ ഹൈസ്കൂളായെന്ന് കേട്ട് ആദ്യം ഇവിടെ വരുന്നത്. ഹൈസ്കൂൾ ടീച്ചറായിട്ട് ഇവിടെ വന്നപ്പോൾ പൗലു സാറായിരുന്നു ഹെഡ് മാസ്റ്റർ. ടീച്ചർ പിന്നീട് വന്ന് ഒരു ജോൺസൺ സാർ കുറച്ച് കഴിഞ്ഞപ്പോൾ വന്ന് ഞങ്ങളെല്ലാവരും കൂടെ 8ാം ക്ലാസ് പഠിപ്പിച്ചു. അന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ടൈം ടേബിളുകളില്ല. വേറെ അധ്യാപകരില്ലാത്തത് കൊണ്ട് 7 പീരീഡ് വരുന്നവർ പോകണം.
അന്ന് ക്ലാസ്സില്ല, ഫീയൊന്നുമില്ല, എല്ലാം സാറ് തന്നെ. പണിയടിക്കുന്നതും വെള്ളം കുടിക്കുകയില്ല, ഡോക്ടർ സാറ് തന്നെ. ഹൈസ്കൂളിലെ കെട്ടിടം കെട്ടിയതും 24 മണിക്കൂറും രാപ്പകലില്ലാതെ അധ്വാനിച്ച ഒരു സാറാണ് കൗതുക സാറ്. ഞാൻ 1984 വരെ ഇവിടെ ജോലി ചെയ്ത് അമരവള സ്കൂള് ഹൈസ്കൂളായപ്പോൾ അങ്ങോട്ട് പോയി. വീണ്ടും 1992 ഇവിടെ വന്നപ്പോൾ പ്രൊമോഷനായിട്ടാണ് വന്നത്. കൗതുക സാറ് റിട്ടയർഡായ പോസ്റ്റിലാണ്. സാറിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ചാർജ് വാങ്ങിച്ചത്. അങ്ങനെ ഇവിടെ ഹെഡ് മിസ്ട്രസ്സായി. 1998 ഈ സ്കൂൾ ഒരു ഹയർ സെക്കൻഡറി സ്കൂളായിട്ട് ഉയർന്നു. അന്ന് ഹയർ സെക്കൻഡറിയുടെ ആദ്യത്തെ പ്രിൻസിപ്പളും ഞാനായിരുന്നു. 1ാം ക്ലാസ്സിൽ ഇവിടെ പഠിക്കാൻ വന്ന ഞാൻ ഒരു പ്രിൻസിപ്പളായിട്ടാണ് ഇവിടെ പോയത്. നിങ്ങളെ ആദ്യമായിട്ട് ഹൈസ്കൂളിൽ പഠിപ്പിക്കാൻ ഒരു ഭാഗ്യം തന്നെ കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ കുടുംബങ്ങളെയും ദൈവം ഇനിയും അധികമായിട്ട് അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൂടിക്കാഴ്ച ഒരു മഹാഭാഗ്യമാണ്, എല്ലാവർക്കും കിട്ടാത്ത ഒരു ഭാഗ്യം. അങ്ങനെ അറേഞ്ച് ചെയ്ത നിങ്ങളെ ഓരോരുത്തരെയും അഭിനന്ദിക്കുന്നു. ഒരു ബുധനാഴ്ച ഉച്ചയ്ക്കാണ് ഷാജിയെ വിളിക്കാൻ വന്നത്. എനിക്ക് പെട്ടെന്ന് ഒന്നും ഓർമ്മ വന്നില്ല. ഷാജി മൊബൈലിൽ നമ്മുടെ പഴയ ഫോട്ടോ കാണിച്ചിട്ട് ഇതൊന്നും നോക്കി പഴയ കുട്ടികളെ നമ്മുടെ പഴയ അന്നത്തെ അധ്യാപകരെ എല്ലാം പബ്ലിക് സാറിൻ്റെ കാലത്താണ് 80-ലാണ് ഞാനിവിടെ വരുന്നത്. 9th ക്ലാസ് ടീച്ചറായിരുന്നു. ഞാൻ എന്തോ ഹിസ്റ്ററി ടീച്ചറായിട്ട് വന്നു. ശരിക്കും 40 വർഷത്തിൻ്റെ പുറകിലോട്ട് ഷാജിയെ വിളിച്ചത് ഞാൻ ഓർക്കുന്നു. ഒരു പഴയ പാട്ടുണ്ടല്ലോ, സമയമാ നദി പുറകോട്ട് സംഭവം നദികൾ പഠിക്കുന്നു. പിന്നെ ഒരു വർഷം ഞാൻ ഇവിടെ 83 വട്ടപ്പാലത്ത് പോയി. അപ്പോൾ എല്ലാവരും വീട്ടിൽ കാണാൻ സാധിച്ചത് ഒരുപാട് അടുത്തതായി നമ്മുടെ രാധ ടീച്ചർ സംസാരിക്കും. ബഹുമാനമുള്ള ഹെഡ് മാസ്റ്റർ പൗലോസ് സാർ, എൻ്റെ ഗുരുവുണ്ടെന്ന് പറയാം. പ്രേമദ ടീച്ചർ, സുരേഷ് പേട്ട ടീച്ചർ, ഇംഗ്ലീഷ് മണ്ണിനെ പ്രതിനിധീകരിച്ച് സ്റ്റാഫ് സെക്രട്ടറി അയച്ചിരുന്നു. സ്റ്റാഫ് സെക്രട്ടറി, മറ്റു സ്റ്റുഡൻസ് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാം കണ്ടപ്പോൾ നമ്മൾ ഓരോരുത്തർ ഇവിടെ വന്ന് പരിചയപ്പെട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. എന്ന് വെച്ചാൽ അപ്പോഴും നിങ്ങൾ നന്നായിട്ട് പഠിക്കാത്ത കുട്ടികളൊന്നും ഭയങ്കര കുസൃതി കാണിച്ചെന്നോ ഞാനാണെങ്കിൽ എങ്ങനെയായിരുന്നു എന്നൊക്കെ ഇവിടെ പറഞ്ഞില്ല. അപ്പോൾ അപ്പോഴേ തൊട്ട് എനിക്ക് പിള്ളേരെ അടിക്കുന്നതിന് വലിയ ഇഷ്ടമില്ല. അതുകൊണ്ട് ചെറിയ അടിയൊക്കെ അടിക്കും, അത് ഈച്ച് തട്ടുന്നത് പോലെ ഇരിക്കുമെന്ന് പറഞ്ഞ് എല്ലാവരും പറയുമായിരുന്നു. അതിപ്പോഴും എനിക്ക് ആര് കുട്ടികളെ ഇങ്ങനെ പുതിയ മാറ്റം തരുന്നതോടെ തല്ലുന്നത് എനിക്കിഷ്ടമില്ല. ഇനിയിപ്പം കമ്പെടുക്കാൻ പാടില്ല എന്നൊരു സിസ്റ്റം വന്നല്ലോ. അതേസമയം അന്നത്തെ സിസ്റ്റത്തിൽ ഞങ്ങളൊരു വഴിക്ക് കമ്പ് കൊണ്ട് നടന്നാലേ ടീച്ചർ എന്നുള്ളവർ ഇതുണ്ട്. അത് കണ്ട ഉടനെ പിള്ളേർ കമ്പ് കാണുമ്പോൾ തന്നെ ഓടുന്നവരുണ്ട്. ഇപ്പോഴാണെങ്കിൽ കമ്പ് കണ്ട് അതിനെ പിടിച്ച് കളിച്ച് ഒടിച്ച് കളയാമോ എന്ന് നടക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ. അപ്പോഴും കമ്പ് കണ്ട് അങ്ങോട്ട് ഒഴിക്കാൻ നോക്കുന്നതല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നില്ല. അത്രത്തോളം പാവപ്പെട്ട പിള്ളേരായിരുന്നു. ഇപ്പോൾ പാവപ്പെട്ട പിള്ളേർ തന്നെ അവിടെ ഇങ്ങനെ ആക്കിയതും ഈ പുതിയ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നതായിരിക്കും. അല്ലാതെ എന്നാൽ ഇപ്പോഴത്തെ പിള്ളേർ അപ്പോഴത്തെ പിള്ളേർ എപ്പോഴും പിള്ളേർ ദൈവം സൃഷ്ടിച്ചു വിടുന്നത് ഇന്നസെൻ്റായിട്ടാണ്. ഈ ഭൂമിയിൽ വന്നതിന് ശേഷം നമ്മളാണ് അവരെ വഷളാക്കുന്നത്. അതിനി പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ഇനി കതിരിൽ വെള്ളം വയ്ക്കാനും പറ്റില്ല. അങ്ങനെ ആയിപ്പോയത് തന്നെയാണ്. അതുകൊണ്ട് പിള്ളേരെ അടിക്കാതിരിക്കുക, കമ്പെടുക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ഉള്ളത് ചെയ്യുമ്പോൾ പിള്ളേർക്ക് തന്നെ അറിയുന്നു. എന്ത് ചെയ്താലും ടീച്ചർ ഒന്നും ചെയ്യാൻ പോണില്ല. പിന്നെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ള കാര്യത്തിൽ കുസൃതികളൊക്കെ പറഞ്ഞ് എല്ലാം ചിരിച്ചപ്പോൾ എനിക്ക് നല്ല സന്തോഷം. അതുകൊണ്ട് നിങ്ങളെയൊക്കെ കണ്ടത് ഇപ്പം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കി തന്നല്ലോ, അത് ഏറ്റവും ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ടാണ് പയ്യെങ്കിലും പോലും ഞാൻ വന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു പെട്ടെന്ന് വിടാമെന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് വിടാമെന്നൊക്കെ പറഞ്ഞു. പയ്യെങ്കിലും ഞാൻ വന്നത് അതുകൊണ്ട് എൻ്റെ എനിക്ക് കാണാനും പറ്റി. അതുകൊണ്ട് നിങ്ങളുടെ കാലം നല്ല കാലമാണ്. അത് നിങ്ങൾ ഉപയോഗിച്ചു. ഇനി അതുപോലെ തന്നെ കൊണ്ടുപോവുക. ഒരു കള്ളക്കൊള്ളയില്ലാതെ നിങ്ങൾ നല്ലവണ്ണം ജീവിക്കണം. ഏത് പ്രതിസന്ധി വന്നാലും കർമ്മ ചെയ്യാനായിട്ട് നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. അങ്ങനെ നിങ്ങൾ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തതായി നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ ഇരിക്കുന്ന നമ്മുടെ റിച്ചർ പൗലോസ് സാറിനെ വിനയത്തോട് ഞാൻ ക്ഷണിക്കുകയാണ്. സാറിൻ്റെ നല്ല വാക്കുകൾക്ക് നമ്മൾ കാതോർക്കാം.
ഇന്ന് ഇവിടെ ഒരു ഈശ്വര പ്രവർത്തനമായി ഈ ഈശ്വര പ്രവർത്തന പാടിയപ്പോഴത്തേക്ക് സ്കൂളിൽ രാവിലെ ഈശ്വര പ്രാർത്ഥന പാടുന്ന ഒരു പരിപാടിയുണ്ട്. ആ സന്ദർഭത്തിൽ ഇവിടെ പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ടാണ്. നിങ്ങളിപ്പോൾ വിവിധ തലങ്ങളിൽ ജീവിക്കുന്നവരാണ്. നിങ്ങൾക്ക് 9 കൊണ്ടായി ഇവിടെയൊക്കെ ആയിരുന്നു. അത് ആ കണ്ടുമുട്ടിയപ്പോഴുള്ള സന്തോഷം അത് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമായിട്ട് നിങ്ങൾ ഓരോരുത്തരും കരുതിയിരിക്കുകയാണ്. അങ്ങനത്തെ ഈ സംരംഭത്തിന് പരിശ്രമിച്ച ഈ 6 വർഷം പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾക്ക് സംഘാടകർക്ക് നന്ദി പറയുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ നന്ദിയും സ്നേഹബഹുമാനങ്ങളും അറിയിക്കുന്നു. ഒരു കാര്യങ്ങൾ പറയുന്നത് ഞാനിവിടെ കേട്ടോണ്ടിരുന്നിടത്തോളം നമ്മളിവിടെ പഠിച്ച വിദ്യാർത്ഥികൾ ആരും തന്നെ മോശപ്പെട്ടു പോയിട്ടില്ല. പുതിയ ഉദ്യോഗങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും ആരും മോശപ്പെട്ടു പോയിട്ടില്ല. അവരുടെ തലമുറ അനുഗ്രഹിച്ച് കൊണ്ടിരിക്കുന്നത് അവരുടെ മക്കളും ഒക്കെ നല്ല അനുഗ്രഹത്തിൽ വന്നിട്ടില്ലാണ്. അപ്പോൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയ നിങ്ങൾക്ക് ഭാവി വളരെ അനുഗ്രഹപ്രദമായി തന്നെ വരും എന്ന് ഞങ്ങൾക്കറിയാമോ. അത് ഈ തലമുറകളും അനുഗ്രഹിക്കപ്പെട്ടായിരുന്നു ആശംസിച്ചുകൊണ്ടും എന്നെ ക്ഷണിച്ച മറ്റ് സംഘാടകர்கள் എന്നെ നന്ദി അറിയിച്ചുകൊണ്ടും ഞാൻ നടത്തുന്നു. അടുത്തതായി നമ്മുടെ ഹൈസ്കൂളിന് പ്രതിനിധി ബഹുമാനപ്പെട്ട സാർ വന്നിട്ടുണ്ട്. അദ്ദേഹം സംസാരിക്കാനായി വിനയത്തോടെ ക്ഷണിക്കുക. ഏറ്റവും ബഹുമാനമുള്ള 1980 കാലഘട്ടത്തിൽ ഈ സ്കൂളിലെ പ്രഥമ അധ്യാപകനായിരുന്ന പൗരു സാർ അവരുടെ, അതിനുശേഷം കടന്നു വന്ന പ്രഥമ അധ്യാപകരെ 1980 കാലഘട്ടത്തിൽ പഠിച്ച വിദ്യാർത്ഥികളെ ഞാനിവിടെ മനസ്സിലാക്കിയത്, നിങ്ങൾ പഠിച്ച ഈ ഹോളിൽ തന്നെ നിങ്ങൾക്ക് ഒരു 40 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒത്തുകൂടാൻ കഴിഞ്ഞത് ഏറ്റവും വലിയൊരു സന്തോഷമാണ്. ഇവിടെ പഠിച്ച വിദ്യാർത്ഥികൾ ആരും നശിച്ചു പോയിട്ടില്ല. ഒരുപക്ഷെ പലർക്കും ജോലിയില്ല എങ്കിൽ കൂടി അവരുടെ തലമുറ 3 തലമുറ നിങ്ങൾക്ക് കാണാൻ ദൈവം അവസരം നൽകും. നിങ്ങളുടെ ഈ കൂട്ടായ്മകൾ എപ്പോഴും ശക്തിയുള്ളതായി തീരണം. വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ഒരു ഗെറ്റ് ടുഗദർ അത് നമ്മുടെ ക്യാമ്പസിൽ വെച്ച് തന്നെ നടത്തണം എന്ന് ഞാൻ വിനയബന്ധുക്കളെ സംഘാടകരോട് ആവശ്യപ്പെടുന്നു. 1980 പാടിയ പാട്ടാണ്. വരികളെല്ലാം മറന്നുപോയി. അതൊരു ശാസ്ത്രീയ ഗാനമാണ്. പക്ഷേ എനിക്ക് ഞാൻ ഈ കീമോതെറാപ്പിയുടെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരു ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ചികിത്സയിലായിരുന്നു. ഇപ്പോൾ എനിക്ക് സുഖമുണ്ട്. വീണ്ടും ചെറിയ ബുദ്ധിമുട്ടുണ്ടായതിൻ്റെ പേരിൽ ഞാനിപ്പോൾ കീമോ ഗുളിക ഇന്ന് 10 എണ്ണം കഴിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ കൂടി നിൽക്കുന്നത്. വീട്ടിൽ ഞാൻ ഇപ്പോൾ കിടക്കുമായിരുന്നു. ഇവിടെ വന്നപ്പോൾ എൻ്റെ രോഗം എവിടെ പോയി നടന്നത്, എൻ്റെ ക്ഷീണമില്ല. ആ ഗുളിക കഴിച്ചിട്ട് ഒരു ബുദ്ധിമുട്ടും എൻ്റെ ശരീരത്തിൽ കാണുന്നില്ല. എങ്കിൽ ശബ്ദത്തിന് ഇറച്ചിട്ട് ഞാൻ പാടാൻ ചിലപ്പോൾ വരികൾ തെറ്റിയിരിക്കും. ഹിമഗിരി മലത്തെ അമ്പ ഹിമഗിരി മലത്തെ അംബരീശ്വരി ശ്രീലളിതേ മാനവ ഹിമഗിരി മലത്തെ ആശാംബരഹരി ആശാംബരഹരി കേശവിലാസേ ആശാംബരഹരി കേശവിലാസേ ആനന്ദരൂപേ അമിത പ്രതാപേ ആനന്ദരൂപേ അമിത പ്രതാപേ സസ്സനി നിപ പപ്പ മഗ ഗമ ഗമ പനി മപ ഗമ പരിസ സസ്സനി നിപ പപ്പ മഗ ഗമ ഗമ പനി മപ ഗമ പരിസ സഗ സനി സസനി പനി നിപ പപ്പ ഗമ മഗ മനി പസനി പസനി നിസ സഗ സനി സസനി പനി നിപ പപ്പ ഗമ മഗ മനി പസനി പസനി നിസ നിസ പനി സഗ മ പസ ഗമ പനി പസ നിഗ സനി പനി സഗ മമ ഗഗ സസനി മ പനി നി മമ പപ്പ ഗമ പസ ഗമ പനി സസ പഗ മ പനി ഹിമഗിരി തനേ ഹേ മലതേ അംബരീശ്വരി ശ്രീലളിതേ മാനവ ഹിമ
കെട്ടിയെന്ന് തുടങ്ങി പാർത്തു, എന്റെ കഷ്ടകാലം തുടങ്ങി എന്നോർത്തു. കല്യാണത്തിന് മുമ്പുണ്ടായ പവറും എല്ലാം നഷ്ടമായി പോയി എനിക്ക് പാർത്തു. ഭക്ഷണത്തിനളവില്ല, കാര്യവും അറിയില്ല, എപ്പോഴും നീ മോഹ കെട്ടിയിരിക്കും. ഞാൻ കണ്ടപാടും ചങ്കുപൊട്ടി തകരും. ഭക്ഷണത്തിനളവില്ല, കാര്യവും അറിയില്ല, എപ്പോഴും നീ മോഹ കെട്ടിയിരിക്കും. ഞാൻ കണ്ടപാടും ചങ്കുപൊട്ടി തകരും. നിന്നെ കെട്ടിയെന്ന് തുടങ്ങി പാർത്തു. നാഥനേ ഉലകിൻ നാദിയേ ഇരുളിൻ വീഥിയിൽ തിരിയായി നീ വരൂ. ഉയിരിൻ നാഥനേ ഉലകിൻ നാദിയേ ഇരുളിൻ വീഥിയിൽ തിരിയായി നീ വരൂ. SSLC 82 ബേസിന്റെ പേരിലുള്ള നന്ദി അറിയിക്കും. പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ബംഗ ഇന്ത്യ ഹിമാചല യമുന